എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന എക്സസൈസാണ് ഞാൻ ഈ ചെയ്യുന്നത്. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ മാത്രമാണ് ഒരു ദിവസം മുഴുവനും നമുക്ക് നമ്മുടേതായ ജോലികളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് മനസ്സ് എപ്പോഴും നല്ല പ്ലസൻ്റായിരിക്കണം. അതിനായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാല് മുന്നോട്ടും പുറകോട്ടും എടുക്കുക. കാല് എത്രമാത്രം മുന്നോട്ടെടുക്കാമോ അത്രയും മുന്നോട്ടെടുത്തിട്ട് പുറകോട്ട് വയ്ക്കുക. ഇതിപ്പോൾ ഞാനൊരു 10 പ്രാവശ്യമാണ് കാണിച്ചത്. നിങ്ങളൊരു 3 ടൈം പിന്നെ എടുക്കുക. അങ്ങനെ ഒരു 30 പ്രാവശ്യം കാണിക്കണം കേട്ടോ, ചെയ്യണം. ദാണ്ട് അതുപോലെ ഇത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കാലുകൂടൽ, ലെഫ്റ്റ് സൈഡിലെ കാല് പൊക്കി മുട്ടയിലേക്ക് അടിക്കുക. അതുപോലെ തന്നെ മുട്ട നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടോളൂ കേട്ടോ. പ്രസ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അവിടെ ഒരു കണ്ടോ, ഇങ്ങനെ ഒരു അടിക്കുമ്പോൾ തന്നെ അവിടത്തേക്ക് നമുക്ക് നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അപ്പോൾ അത് നല്ലൊരു വ്യായാമമാണ് കേട്ടോ. ഇതുപോലെ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ റൈറ്റ് കാലിലേക്ക് അടിക്കുക. അതുപോലെ തന്നെ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റ് കാല് പൊക്കുക. അങ്ങനെ ഇതും ഒരു 10-15 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. അത് റിപ്പീറ്റ് അടിച്ച് ചെയ്യാം. ഒരു 10 പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് നിന്നതിന് ശേഷം വീണ്ടും ഒരു 10 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ ഒരു ടോട്ടൽ 20 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയുകയും അതുപോലെ തന്നെ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനൊക്കെ വളരെ ചേഞ്ചസ് വന്ന് പോകെ അത് നിശേഷം മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് ഡയറ്റൊക്കെ എടുത്ത് കഷ്ടപ്പെടുത്താലൊന്നും കാര്യമില്ല. എക്സസൈസ് അത്യാവശ്യമാണ്. അരമണിക്കൂർ നടക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളും കൂടി ചെയ്തെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ നീങ്ങുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും കൊഴുപ്പുണ്ട്. അപ്പം കൊഴുപ്പില്ലാത്ത ഭക്ഷണമെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ പച്ചക്കറികളാണല്ലേ. അപ്പം അത് നമുക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറ് കഴിക്കും. അതുപോലെ തന്നെ നല്ല എന്തെങ്കിലും മീൻ കഴിക്കും, ഇറച്ചി കഴിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് കൊഴുപ്പുണ്ടാവും. കുറച്ചെങ്കിലും എണ്ണ നമ്മൾ ചേർക്കുമ്പോൾ ആ എണ്ണയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നെയ്യിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് കൊഴുപ്പ്, വ്യായാമം ഇല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പടിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൊഴുപ്പടിയുമ്പോൾ നമ്മുടെ അടിവയറിൽ തൂക്കം ഉണ്ടാകും, വെയിറ്റ് വരും. അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ വരും. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് റൈറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ കാലിങ്ങനെ വലിഞ്ഞ് നിൽക്കണം, ഫുൾ ബോഡി ഇങ്ങനെ സ്ട്രെച്ചായി നിൽക്കണം. ആ ഞരമ്പുകളൊക്കെ അങ്ങ് വലിഞ്ഞ് നിൽക്കണം. അത് നമുക്കൊരു 15 പ്രാവശ്യമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ചെയ്യണം കേട്ടോ. കണ്ടോ, ഇങ്ങോട്ട് ചരിയുമ്പോൾ ആ കാലും ആ ഒരു കഴുത്തിൻ്റെ ഭാഗം വരെ വയറിൻ്റെ അവിടെ കൂടി നന്നായിട്ട് വലിഞ്ഞ് നിൽക്കണം. അങ്ങനെ നിന്നെങ്കിൽ മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കാണിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒന്ന് വളഞ്ഞ് ആ ഒരു ബോഡി നന്നായി വലിച്ചു വിടുക. അപ്പോൾ ആ ഞരമ്പുകളൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകും. അത് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് നല്ലൊരു മനസ്സിന്, നല്ലൊരു ശരീരത്തിനുമൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതുപോലെ കുറേശ്ശെ ചെയ്ത് പിന്നീട് നമുക്കത് കൂട്ടിയെടുക്കാം. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഓടുന്നത് പോലെ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കാൻ മേലെയും അത് നിങ്ങൾക്ക് പുറത്ത് ഔട്ട് സൈഡിൽ ഇപ്പോൾ റോഡിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം, പട്ടിയുടെ ശല്യം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ച് ഫ്രണ്ടേജോ അല്ലെങ്കിൽ ബാക്കിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ പെരയുടെ ചുറ്റുവലം വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടേജ് ഇങ്ങനെ നടക്കാം. ഇനി ഇച്ചിരി സ്ഥലം മാത്രമേ ഉള്ളൂ, ആ ഉള്ള സ്ഥലത്ത് വീട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ മുറിയിലോ അല്ലെങ്കിൽ താഴത്തെ മുറിയിലോ ഒക്കെ ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യും. ഞാൻ പിന്നെ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ കൈ എപ്പോഴും നമ്മൾ ഈ ഒരു എക്സസൈസ് കൊടുക്കണം. കൈ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ BR ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ഹുക്കൊക്കെ ഇടാനായിട്ട് വലിയ പ്രയാസം. അപ്പോൾ എല്ലാവരും ഈ ഫ്രണ്ട് ഓപ്പൺ ബ്രാ തിരക്കി നടക്കും. അപ്പോൾ ഈ ഫ്രണ്ട് ഓപ്പൺ BR തിരക്കി നടന്ന് അത് ഇട്ട് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈ പിന്നെ ഒട്ടും അനങ്ങാണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക്
മുടി ഒന്ന് കെട്ടാനോ ഒന്ന് കൈ പൊക്കാനോ ഒന്നും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ കൈയുടെ വേദനയും കഴുത്തിൻ്റെ വേദനയൊക്കെ, അപ്പോൾ കൈയും കഴുത്തിൻ്റെയൊക്കെ വേദന മാറ്റാനാണ് ഞാൻ ഇങ്ങനെ ശരിക്കും കൈ രണ്ട് കോർത്ത് പിടിച്ച് ബ്ലെൻഡ് ചെയ്ത് ബാക്കോട്ട് ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് കമരാമോ അത്രത്തോളം നിങ്ങൾ കമരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഏജ് ഓവർ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏജ് ഓവർ അല്ലാതെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ല മക്കളോടോ ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരിങ്ങനെ അടുത്ത് വന്ന് നിർത്തിക്കൊണ്ട് നമ്മൾ വീഴാൻ പോവുക വല്ലതും ചെയ്യുവാണെങ്കിലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ നിർത്തിക്കൊണ്ടും ഈ രീതി ചെയ്യുക. ഇതൊരു 6 പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് അതറിയാൻ പറ്റുന്നത്. അത്രയും നല്ലൊരു എഫക്റ്റീവാണ്. അതുപോലെ കഴുത്തിലെ ചുളിവുകൾ അതുമൊക്കെ പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ ചിലരുടെയൊക്കെ കഴുത്തിന് ചുളിവ് വീഴും. ശരിക്കും പ്രായമായി കഴിയുമ്പോഴാണ് കഴുത്തിനൊക്കെ ചുളിവ് വീഴുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ വരുന്ന നമ്മുടെ എക്സസൈസിൻ്റെ കുറവ് മൂലമാണ്. അതിനുശേഷം എന്താണ്ട് കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പിന്നെ ഒന്ന് കറക്കി കൊടുക്കുക. അതിന് ശേഷം അത് റീസൈക്കിൾ ചെയ്യുക. നമ്മൾ തിരിച്ചും മറിച്ചും ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നതൊക്കെ കൈക്ക് നല്ല ഒരു ബലം കിട്ടാനും കൈ നിഷ്പ്രയാസം എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ്ട് ഇത് നോക്കൂ, നമുക്ക് കാലിങ്ങനെ ശരിക്കും ഒന്ന് മുട്ട് മടക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തിനാണെന്നറിയാമോ? മുട്ടുവേദനയുള്ളവർ സ്ട്രെയിറ്റ് ചുമ്മാ നിന്ന് മുട്ട് മടക്കാതെ ഇങ്ങനെ കുന്തിച്ചാടിയിടേണ്ട കാര്യമില്ല. ഇതൊന്ന് മുട്ട് മടക്കിക്കൊണ്ട് ചാടുകയാണെങ്കിൽ ഒന്ന് തുള്ളിക്കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ചാട്ടം നടത്തുന്ന പോലെ അങ്ങനെ ചെയ്യുമ്പോൾ മുട്ടുവേദന നമുക്ക് മാറ്റാൻ സാധിക്കും. ലൂസായ മസിലൊക്കെ അവിടെ ഫിറ്റാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ബാക്കോട്ട് ഇങ്ങനെ നന്നായി കൈയെടുത്ത് ഫ്രണ്ടോട്ടും ഇങ്ങനെ ക്ലോക്ക് വൈസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. നമ്മുടെ ബാക്കോട്ട് കൈ പോകും, മുകളിലേക്ക് കൈ പോകും. നമ്മൾ എന്തൊക്കെ തന്നെ ജോലി എടുത്താലും കൈക്ക് നല്ല സൂപ്പറായിട്ട് വേദനയൊന്നുമില്ലാതെ കൈ പൊക്കിക്കൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്തരം എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഈ ഒരു ടൈമിലാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വേഗം ഈ വീഡിയോ